ഡയറ്റ് ചെയ്ത് നിർത്തി കഴിയുമ്പോഴേക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പം ആ ഒരു ടൈമിൽ ഇപ്പോൾ രാവിലെ ഒരു ദിവസം ഓവർനൈറ്റ് ഓട്സ് ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഏതെങ്കിലും സ്മൂത്തി എടുക്കാം, അല്ലെ റാഗി കൊണ്ടുള്ള എന്തെങ്കിലും ഫുഡ് എടുക്കാം. അങ്ങനെ മാറ്റി മാറ്റി ഓരോ ദിവസവും വ്യത്യാസപ്പെടുത്തിയെടുക്കാം. നമ്മുടെ സ്മൂത്തി എടുക്കാം കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആഗ്രഹിക്കുന്നവർക്കും നമ്മുടെ നാത്തൂൺസ് ഡയറ്റ് സ്മൂത്തി അത് കഴിച്ചു ഓവർ വെയിറ്റ് കുറഞ്ഞു പോകത്തൊന്നുമില്ല. അത് ഒരു മെയിൻറ്റെയിനിങ് ചെയ്യുന്നവർക്ക് വൺ ടൈം എടുക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബിസി ലൈഫ് നേരിടുന്നവർക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് കണ്ട പിൻഡോലാഡ ഹൈ പ്രോട്ടീൻ മുസ്ലി ആണേ. ഇതിനകത്ത് പ്രോട്ടീൻ പൗഡർ ആഡഡ് ആണ്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിനകത്ത് മധുരത്തിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാവുന്ന കാര്യമാണ്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു സ്കൂപ്പ് അധികം ആകാതിരിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു അളവ് വെക്കുക. കാര്യം ഇതൊക്കെ നമ്മൾ ആ ഒരു ടേസ്റ്റിൻ്റെ പുറത്ത് നമുക്ക് ഒരുപാടങ്ങ് പോകും. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ആഡാണ്. ഓക്കെ, അതിനകത്ത് റോൾഡ് ഓട്സ് ആണ് ഇതിൽ ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മില്ലറ്റിൻ്റെയൊക്കെ ഫ്ലേക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പംകിൻ സീഡ് ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ലോ ഫാറ്റ് മിൽക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ലോ ഫാറ്റ് നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ള വീട്ടിലല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന പാല് തന്നെ ഡയല്യൂട്ട് ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു പകുതിക്ക് പകുതി വെള്ളം ചേർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഫാറ്റ് കുറച്ച് എടുക്കാൻ പറ്റും. ചിലർക്ക് ബ്ലോട്ടിങ് ഇഷ്യൂ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ കോൺസിപ്പേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ ലോ ഫാറ്റ് മിൽക്ക്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതിനെ ഒഴിവാക്കുക. കോൺസിപ്പേഷൻ ചിലർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ പാല് ഞാൻ നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചിയാ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഗ്രീൻ ആപ്പിൾ. ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് കഴിക്കാം. പിന്നെ അതിനകത്ത് ആ ഒരു അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സാധാ ആപ്പിളിനേക്കാളും ഗ്രീൻ ആപ്പിൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ അത് ആ ഓട്സും കാര്യങ്ങളൊക്കെ കുതിർന്ന് കിട്ടും. അതുപോലെ ആ ചിയാ സീഡ് ഒന്ന് കുതിർന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചിയാ സീഡൊക്കെ സെറ്റായി. നമ്മുടെ ഹൈ പ്രോട്ടീൻ മുസ്ലിയാണ്. എല്ലാ ദിവസവും കുടിക്കാനല്ല പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും ചേഞ്ച് ആക്കി കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഒരു ദിവസം മുസ്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്സ് വെച്ച് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റാഗി വെച്ചിട്ട് എടുക്കാം. പിന്നെ ലഞ്ചും ഈ റാഗി, ഓട്സ് അല്ലെങ്കിൽ ഗോതമ്പ്, ആട്ട ഇതെല്ലാം ഒരു റൈസ് എല്ലാം ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഉച്ച സമയം മാത്രം അത് എടുക്കുക. പിന്നെ ഇഡ്ഡലിയൊക്കെ ആകുമ്പോഴത്തേക്ക് 2 ഇഡ്ഡലി 2 എഗ്ഗ് ആൻഡ് സാമ്പാറായിട്ട് നമുക്ക് എടുക്കാം. പ്രശ്നമൊന്നുമില്ല. ആവി പുഴുങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പുട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇത്തിരി കടലക്കറി അങ്ങനെ ആയിട്ട് എടുക്കാം. അപ്പോൾ കുഴപ്പമില്ല. അതൊക്കെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ എടുക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്.